ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ Q4 റിസൾട്ടിലേക്ക് കിടക്കുകയാണ്. Q4 റിസൾട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം Q4 റിസൾട്ടുമാണ്, ആനുവൽ റിസൾട്ടുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോണിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ Q4 റിസൾട്ടിൽ നല്ല ലാഭം തരാൻ സാധ്യതയുള്ള ഏതെങ്കിലും സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധ്യതകളാണ് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ സെർട്ടൻറ്റി. അതുകൊണ്ട് തന്നെ ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. അങ്ങനെ നിങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് ഒബ്സർവ് ചെയ്യുക, മനസ്സിലാക്കുക. റിസൾട്ട് വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് റിസൾട്ടിൽ ആ റിസൾട്ട് ഇമ്പാക്റ്റ് കൊടുത്തുള്ള കാര്യം മനസ്സിലാക്കുക. കാര്യം ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ടിനെ കുറിച്ച് നമുക്കൊന്നും ആധികാരികമായിട്ട് പറയാൻ, റിസൾട്ട് വരുന്നതിന് മുമ്പൊന്നും പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല. എസ്പെഷ്യലി എന്താ പറയണ്ടേ, വാല്യുവേഷനൊക്കെ വല്ലാതെ സ്ട്രെച്ചഡായിട്ടുള്ള സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. EPS ഹ്യൂജായിട്ട് കുതിച്ചാൽ മാത്രമേ ഈ കമ്പനികളുടെ വാല്യുവേഷൻ കമ്പനികൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള വലിയൊരു ക്രിട്ടിക്കലായിട്ടുള്ള പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ നോക്കാൻ നേരത്തെ നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡെക്സ്, ബാക്കിയുള്ള ഓവറോൾ അവരുടെ മാക്രോ ഡെവലപ്മെൻറ്റ്സ് വളരെ സപ്പോർട്ടീവായിട്ട് വന്നിരിക്കുന്ന ഒരു സമയത്താണ് ഈ റിസൾട്ട് Q4 റിസൾട്ടും അതിനോടൊപ്പം തന്നെ ആനുവൽ പെർഫോമൻസും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അനാലിസിസിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ എന്ന് എടുത്ത് പറയുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് വെച്ചാൽ സെയിം ക്വാർട്ടറിൽ എൻട്രിയും സെയിം ക്വാർട്ടറിൽ തന്നെ എക്സിറ്റും ബേസ്ഡ് ഓൺ റിസൾട്ടിൻ്റെ ബേസിലുള്ള എൻട്രി എക്സിറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മാക്സിമം എന്ത് പ്രോഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, ആ പ്രോഫിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഷോർട്ട് സ്വിംഗ് ട്രേഡിൽ നമ്മൾ കയറുന്നതും ഇറങ്ങുകയും ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റിൻ്റെ പുറത്തുള്ള എൻ്റെ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് ബൈ May 2nd വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ള കാര്യം 28 ഡേയ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാണെന്ന് വെച്ചാൽ, ആദ്യത്തെ 6 ദിവസം സ്ട്രോങ് ആൻഡ് ഡീപ്പ് ഫണ്ട് അനാലിസിസ്, ദാറ്റ് മീൻസ് മൾട്ടി ബാഗർ പിക്ക്, എങ്ങനെയാണ് ഇമ്പാക്ട്ഫുൾ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫണ്ടയിലെ കുറച്ച് സീക്രറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വാർട്ടർ റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് റിപ്പോർട്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡിംഗ്, കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അതിനുശേഷമുള്ള ബാക്കിയുള്ള 22 ഡേയ്സ് എന്ന് പറയുന്നത് ബിഹേവിയർ പാറ്റേണും ടെക്നിക്കൽ അനാലിസുമാണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക്കലി നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡ് ആണ്, പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സീക്രറ്റ്സും അതിൻ്റെ സിഗ്നിഫിക്കൻസുമാണ് നമ്മൾ ബേസിക്കലി ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഒബ്സർവേഷനാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ മീഡിയം. ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ഇൻഫറൻസിലേക്ക് മാറും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് നമ്മൾ പഠിക്കുന്നത്. ഈ വരുന്ന മെയ് മാസം 2nd വീക്കിലാണ് നമ്മുടെ നെക്സ്റ്റ് 28 ഡേയ്സ് ഓഫ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ prosip23@gmail.com നിങ്ങൾ മെയിൽ ചെയ്താൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, Q4 റിസൾട്ട് സീസണിൽ നല്ല ലാഭം തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളുടെ രണ്ടാമത്തെ വീഡിയോ. ഫസ്റ്റ് വീഡിയോ നമ്മൾ 10 ദിവസം മുമ്പ് നമ്മൾ റിലീസ് ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഒരു വീഡിയോ കൊണ്ടുണ്ട്, അത് അടുത്ത ആഴ്ച റിലീസ് ചെയ്യും. ഈ വീഡിയോയിൽ 3 സ്റ്റോക്കാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 5 സ്റ്റോക്ക് പറഞ്ഞിരുന്നു. അടുത്ത വീഡിയോയിൽ 3 സ്റ്റോക്ക് പറയുന്നത്. ടോട്ടൽ 11 സ്റ്റോക്സിൻ്റെ വീഡിയോ ആണ്. എടുത്ത് പറയുന്നത്, ദിസ് വീഡിയോ ഡസ് നോട്ട് ഇനിഷ്യേറ്റ് എനി ബൈ ഓർ സെൽ ലിക്വിഡേഷൻസ്. നമ്മളൊരു ഫണ്ട് അനാലിസിസ്, കമ്പനിയെ കുറിച്ചൊരു അനാലിസിസ് മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂ. ഫസ്റ്റ് കമ്പനി വിൻഡ് എനർജിയിലുള്ള കമ്പനിയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ എനർജി കമ്പനീസാണ് ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള ഒരു സെക്ടറാണ് വിൻഡ് എനർജി എന്ന് പറയുന്ന. അതിൻ്റെ അകത്തുള്ള ടോപ്പ് കമ്പനിയാണ് ഇനോക്സ് വിൻഡ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ നമ്മൾ കമ്പനിയുടെ ഹൈലൈറ്റ്സ് നോക്കണം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നെഗറ്റീവിൽ ഓടിക്കൊണ്ടിരുന്ന കമ്പനിയാണ് വീണ്ടും 2019 ശേഷം പോസിറ്റീവായിട്ട് മാറിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് 2023-24 ഫിനാൻഷ്യൽ ഒരു മൈൽ സ്റ്റോൺ ആണ്, ഒരു സംശയം വേണ്ട. കൺസോളിഡേറ്റഡ് റവന്യൂ നോക്കുക, 506.9 കോടിയാണ് Q3 വന്നത്. എഗൻസ്റ്റ് 237.7 ആണ് Q3 ഫിനാൻഷ്യൽ 2023 വന്നത്. ഇത്തവണ 506 കോടി വന്നു Q3. ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ 1.3% വന്നിരിക്കുന്നത്. ആൻഡ് എബിറ്റ, Q3 എബിറ്റ ഫിനാൻഷ്യൽ 24 99.5 വേഴ്സസ് കഴിഞ്ഞ കൊല്ലം അത് മൈനസ് ആയിരുന്നു. എബിറ്റ ലോസ് ആണ് 172.5. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് Q3 ഫിനാൻഷ്യൽ 24 1.8 crores ആണെങ്കിൽ കഴിഞ്ഞ കൊല്ലം, അതിന് തൊട്ട് മുമ്പത്തെ കൊല്ലം അത് 257 കോടി നഷ്ടമായിരുന്നു ശരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനിയെ വെച്ച് വളരെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു ഇയർ ആണ് സോഫാർ വന്നിരിക്കുന്നത്. ഇത് അവർ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനോസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇനോസ് GFL ഗ്രൂപ്പിൻ്റെ പാർട്ടാണ്. $8 ബില്യൺ ഇന്ത്യൻ കൊഗ്ലോമറേറ്റ് ആണ് ഈ കമ്പനി ശരിക്കും. കമ്പനിക്ക് പല പല ഡിവിഷൻസ് ഉണ്ട്. ആ ഒരു സെക്ഷന് കെമിക്കൽസ് ഉണ്ട്, അതുപോലെ തന്നെ റിന്യൂവബിൾസ് ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് കമ്പനീസ് അണ്ടർ ഇനോക്സ് എന്ന് പറയുന്ന വലിയ അംബ്രല്ല ബ്രാൻഡിൻ്റെ താഴെ ധാരാളം കമ്പനികളുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. കംപ്ലീറ്റ് വിൻഡ് സൊല്യൂഷൻ ഒരു പ്രൊവൈഡറാണ് ഈ ഒരു കമ്പനി. ആൻഡ് അവർക്ക് സ്ട്രോങ് ഓപ്പറേഷണൽ ട്രാക്ക് റെക്കോർഡാണുള്ളത്. ആൻഡ് റോബസ്റ്റ് ഓർഡർ ബുക്ക്, അതാണ് ഏണിംഗ് വിസിബിലിറ്റിയെ കാണിക്കാൻ തരും. 2.6 GW ഓർഡർ ബുക്ക് ഓൾറെഡി കയ്യിലുണ്ട് ഈ കമ്പനിക്ക്. അപ്പോൾ ദാറ്റ്സ് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള പർട്ടിക്കുലേഴ്സ് ഒക്കെ പല പല കമ്പനിയുടെ ഓർഡറാണ് ഈ കമ്പനി കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ 2575 ആണ് ടോട്ടൽ നെറ്റ് ഓർഡർ ബുക്ക് വന്നിരിക്കുന്നത്. ദാറ്റ്സ് എ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണ് കമ്പനിയെ സംബന്ധിച്ച്.
ആൻഡ് കീ ഫിനാൻഷ്യൽ നോക്കാൻ നേരത്തെ ഒരു വൈഡ് ഡിഫറൻസ് ആണ് 2023-24 ശരിക്കും 22-23 ഫിനാൻഷ്യൽ ഇയറും 23-24 ഫിനാൻഷ്യൽ തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. 9 months നോക്ക് 2022 56,052 ആയിരുന്നെങ്കിൽ ഇത്തവണ ദാറ്റ് മീൻസ് 2023-24 123,625 ഇറ്റ്സ് ഓൾമോസ്റ്റ് എന്താ പറയണ്ടേ 2x മേളിൽ പോയി ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന കാര്യം. ആൻഡ് നിങ്ങൾ ശരിക്കും നിങ്ങൾ ഏൺസ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം 21,689 ആയിരുന്നെങ്കിൽ ഇത്തവണ 23-24 9 monthsൽ 24% ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ക്യാഷ് PAT വന്നിട്ട് 46,925 നഷ്ടമായിരുന്നെങ്കിൽ അത് 831 നഷ്ടം ഹ്യൂജായിട്ട് കുറച്ചൊരു കമ്പനിയാണ് ഇനോക്സ് പെയിൻറ്റ്. സോ അക്കൗണ്ട് റിസൾട്ട് നോക്കി നമുക്കറിയാൻ സാധിക്കും. നോക്കി ഇവിടെയൊക്കെ നെഗറ്റീവാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏത് ലെവലിൽ നെഗറ്റീവായി നോക്കി ഡിസംബർ 21 മുതൽ നെഗറ്റീവ് വന്ന് ആദ്യമായിട്ട് ജൂൺ 2023 പോസിറ്റീവായി. സെപ്റ്റംബറിൽ അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തു. ആൻഡ് ഡിസംബറിൽ ക്ലോസ് ടു ഡബിൾ ആയി, വീണ്ടും ക്ലോസ് ടു ഡബിൾ ആയി. ദാറ്റ് മീൻസ് ജൂൺ ക്വാർട്ടർ മുതൽ ഡിസംബർ ക്വാർട്ടർ വരെ കമ്പനി സംതിങ് അറൌണ്ട് 3.8x ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. അത് നാച്ചുറലി OPM എക്സ്പാൻഷൻ കൊടുക്കുന്നത് 7.42 വന്ന് 13.04 ആയി, അവിടുന്ന് 18.43 ആയി കഴിഞ്ഞു OPM എക്സ്പാൻഷൻ. നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് -64 കോടിയിൽ നിന്ന് -26 കോടിയായിട്ട് കുറഞ്ഞു. അവിടുന്ന് 1.81 പ്ലസ് ആയിട്ട് കൂടി ആദ്യമായിട്ട് ഡിസംബർ 2023 ഏതാനും ക്വാർട്ടറിന് ശേഷം. ആൻഡ് EPSൽ റിഫ്ലക്ട് ചെയ്ത് EPS വീണ്ടും പ്ലസ് ആയിട്ട് മാറി. ആൻഡ് നമ്മൾ P&L അക്കൗണ്ട് എടുത്ത് നോക്കാൻ നേരത്തെ കഴിഞ്ഞ 2020 മൈനസാണ്, 21 മൈനസാണ്, 22 മൈനസാണ്, 23 മൈനസാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതാണ് ട്രെയിലിംഗ് 12 months +137 ആയി കഴിഞ്ഞത്. അതിൻ്റെ റിഫ്ലക്ഷൻ OPMലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെല്ലർ പെർഫോമൻസ് കാഴ്ചവെച്ച കമ്പനിയാണ്. സോ ഈ കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് ആണ് നമ്മൾ കാണുന്നത്. അടുത്ത കമ്പനി ഒരു മൈക്രോ ക്യാപ്പ് ആണ്, AVG ലോജിസ്റ്റിക്സ് എന്ന് പറയും. ആൻഡ് സസ്റ്റൈനബിൾ റിലയബിൾ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് AVG. ആൻഡ് അവർക്ക് ടോപ്പ് ക്ലയൻസ് ആണുള്ളത്. അവരുടെ ക്ലയൻറ്റിൽ നമുക്ക് നെസ്ലെയാണ്, മദർ ഡയറി, ITC, കൊക്കക്കോള, MRF ഇതൊക്കെ ടോപ്പ് ക്ലയൻറ്റിനാണ് ഈ കമ്പനിക്കുള്ളത്. ആൻഡ് ഫ്ലീറ്റ് സൈസ് ആസ് ഓൺ 31 ഡിസംബർ 2022 ഫ്ലീറ്റ് സൈസ് മോർ ദാൻ 1200 വെഹിക്കിൾസിന് മേളിലുണ്ട് ഈ കമ്പനിക്ക്. ആൻഡ് പാൻ ഇന്ത്യ ഓപ്പറേഷനുള്ള കമ്പനിയാണ്. ആൻഡ് AVG ലോജിസ്റ്റിക് ഡെലിവറിംഗ് ബിയോണ്ട് ബോർഡേഴ്സ് ആണ്, പാൻ ഇന്ത്യ പ്രസൻസ് ആണ്. ലേറ്റസ്റ്റ് അവരുടെ ഫെബ്രുവരിയിലെ പ്രസൻറ്റേഷനാണ് ഈ പറയുന്നത്. ഫെബ്രുവരിയിൽ അത് 3000 വെഹിക്കിൾസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 1000+ കസ്റ്റമേഴ്സ് ആണ്, ഫൗണ്ടഡ് എംപ്ലോയീസ് ആണ്. 550+ ഓൺഡ് വെഹിക്കിൾ ആണ് ഇതിൻ്റെ അകത്ത്. 2000 വെഹിക്കിൾ അണ്ടർ കോൺട്രാക്ട് ആൻഡ് എന്താ പറയണ്ടേ അലയൻസിലുള്ളതാണ്. 50+ ബ്രാഞ്ച് നെറ്റ്വർക്ക് ഉണ്ട്. 6 റെയിൽ റൂട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് റെയിൽ റൂട്ട് ഓപ്പറേറ്റ് എന്ന് വെച്ചാൽ റെയിൽ കോൺട്രാക്ട് സാധാരണ 3 കൊല്ലം കൂടുമ്പോഴേ പുതുക്കാറുള്ളൂ. പക്ഷേ കമ്പനികൾക്ക് ഇങ്ങനത്തെ റെയിൽ റൂട്ട് എടുക്കുന്ന കമ്പനികൾക്ക് എല്ലാ കൊല്ലം ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കൂടുതലായിട്ട് അവർക്ക് ഫ്ലൈറ്റ് മേടിക്കാൻ സാധിക്കും. അതാണ് വലിയൊരു പ്ലസ് പോയിന്റ്. ആൻഡ് നിങ്ങൾ നോക്കി റവന്യൂ ഗ്രോത്ത് നോക്കൂ. ശരിക്കും 2017 58 കോടിയിൽ നിന്നും 4271 കോടിയായി 2023 ഫിനാൻഷ്യലിൽ നോക്കൂ എന്ത് ഗ്രോത്ത് ആവുമെന്ന് നോക്കി. ഹ്യൂജ് ഗ്രോത്ത് ആണ് കമ്പനിക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. മൾട്ടി മോഡൽ റോ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അവർക്ക് എന്താ പറയണ്ടേ റോ ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി പ്രോഡക്ട്സ് ആണ് അവർ റോഡിൽ കൂടെ അവർ ക്യാരി ചെയ്യുന്നത്. ആൻഡ് കോൾഡ് ചെയിൻ ലോജിസ്റ്റിക്സ് ഉണ്ട്, റെയിലുണ്ട്, വെയർ ഹൗസിംഗ് സർവീസസ് ഉണ്ട്. സോ എല്ലായിടത്തും ലോജിസ്റ്റിക്സിൻ്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്നൊരു കമ്പനിയാണ്. ആൻഡ് ദേ ആർ ഗുഡ് എഫിഷ്യൻറ്റ് സ്റ്റോറേജ് ആൻഡ് ഓപ്പറേഷൻസ് ഉണ്ട്. കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. അവർ ദേ ആർ മാനേജിങ് കോൾഡ് സ്റ്റോറേജ് ആൾസോ ആക്ച്വലി. ആൻഡ് നാവിഗേറ്റിംഗ് ചലഞ്ച് അവർ എല്ലാ ചലഞ്ചിലും നാവിഗേറ്റ് ചെയ്ത് വളരെ ഫോർവേഡ് നല്ല അപ്ഫ്രണ്ട് ആയിട്ട് വരുന്നൊരു കമ്പനിയായിട്ടാണ് സോഫാർ കമ്പനി ഇക്കൊല്ലത്തെ പെർഫോമൻസിൽ കാണിച്ചിരിക്കുന്നത്. സോ കോൾഡ് ചെയിൻ ആണ് അവർ ലേറ്റസ്റ്റ് അഡീഷൻ ആണ് കോൾഡ് ചെയിൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ്. 9 months പെർഫോമൻസ് നോക്കുക. റവന്യൂ നോക്കുക 31,424 നിന്നും 34 ആയിട്ട് കുതിച്ച് വരുന്നു. എബിറ്റ നോക്കുക 60.7 നിന്നും എബിറ്റ ഗ്രോത്ത് 18.5% വന്നു. PBT 1.9% നിന്നും കഴിഞ്ഞ കൊല്ലത്തെ ആണ് കാണിക്കുന്നതല്ല 1.9%. അവിടെ നിന്ന് 4% ആയിട്ട് PBTയിലും ടോപ്പ് ഗ്രോത്ത് ആണ് ഈ കമ്പനി കൊടുത്തിരിക്കുന്നത്. ആൻഡ് ക്വാർട്ടർ പെർഫോമൻസ് നോക്കുക Q3 ആൻഡ് Q3 ഫിനാൻഷ്യൽ 24ഉം 23 തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇത് Q2 ആണ്. സി ദി ഗ്രോത്ത് എല്ലാ ലെവലിലും കമ്പനി അത് റവന്യൂലാണെങ്കിലും എബിറ്റയിലാണെങ്കിലും PBTയിലാണെങ്കിലും സ്ട്രോങ് ഗ്രോത്ത് കൊടുത്തൊരു കമ്പനിയാണ്. അടുത്ത കമ്പനി സവിത ഓയിൽ ടെക്നോളജി എന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ പെർഫോമൻസ് സോഫാർ ഓക്കെയാണ്. പക്ഷേ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എൻവയറൻമെന്റ് സപ്പോർട്ട് സ്ട്രോങ് ആണ്. കാരണം ട്രാൻസ്ഫോർമർ കമ്പനീസ്, എനർജി കമ്പനീസ് ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് സ്പെഷ്യാലിറ്റി ഓയിൽസ് ഉണ്ടാകുന്ന കമ്പനിയാണ്. എസ്പെഷ്യലി ട്രാൻസ്ഫോമർ ഓയിൽസും ഇവർക്ക് മെയിനായിട്ടുള്ള ഒരു ബിസിനസ്സിലുള്ളൊരു കണ്ടന്റാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ഈ കമ്പനി പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു ശരിക്കും. സോ Q3 ആൻഡ് 9 months പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സോ Q3 റവന്യൂ നോക്കാതെ റവന്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട്. എബിറ്റ 5.8 നിന്നും
11.1 ആയിട്ടുണ്ട് Q3യിൽ നിന്നും Q3 24, PAT 3.1%, 6.9% ആയിട്ടുണ്ട്. സോ 9 months നോക്കാൻ നേരത്തെ എബിറ്റ സ്ലൈറ്റ് ഡൗൺ ആണ് വന്നിരിക്കുന്നത്, 11ൽ നിന്നും 9.5 ആണ് വന്നിരിക്കുന്നത്. പക്ഷേ റവന്യൂ കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് PAT എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഒരു ചെറിയ 1% ഡിപ്പ് വന്നിട്ടുണ്ട്. അത് ഈ റിസൾട്ടിൽ ഒരുപക്ഷെ മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ് ഇക്കൊല്ലം കാഴ്ചവെച്ചത്. പക്ഷേ എൻവയറമെൻറ്റ് സപ്പോർട്ട് സ്ട്രോങ് ആണ് ഈ കമ്പനിയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ കമ്പനിയുടെ നിങ്ങൾ കൂടി പഠിക്കാൻ, നിങ്ങൾ കൂടുതൽ പഠിക്കുക എന്നുള്ള അത്യാവശ്യമാണ്. കാര്യം അവരുടെ പ്രൊഡക്റ്റ് ഫോളിയോ നോക്കുക, ട്രാൻസ്ഫോമർ ഓയിൽസ്, വൈറ്റ് ആൽമണ്ട് ഓയിൽസ്, ഫോർമുലേറ്റഡ് സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ്. ഈ ട്രാൻസ്ഫോമർ ഈ സെഗ്മെൻറ്റ് ത്രൈവിംഗ് ആണ് ശരിക്കും കഴിഞ്ഞ കുറച്ച് ഒരു 2 years ആയിട്ട്. ആൻഡ് അതുകൊണ്ടാണ് ഈ കമ്പനി പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നത്. ആൻഡ് അവരുടെ ട്രാൻസ്ഫോമർ ഓയിൽസിലെ ക്ലയൻസ് നമുക്ക് BHEL, ക്രോംപ്ടൺ, ABB, NTPC, ടാറ്റാ പവർ, തോഷിബ, പവർഗ്രിഡ്, ഓൾമോസ്റ്റ് ഓൾ ടോപ്പ് കസ്റ്റമേഴ്സ് അവർക്കുള്ളത്. വൈറ്റ് ആൽമണ്ട് ഓയിൽസിൽ ഡാബർ, ജോൺസൺ ആൻഡ് ജോൺസൺ, ഇമാമി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ആൻഡ് ഫോർമുലേറ്റഡ് ആൻഡ് സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സിൽ ഫിനോൾസ്, ഗോദ്രേജ്, TA ഇന്ത്യ, ഓട്ടോമോട്ടീവ് ഓയിൽസ്. അത് B2B ഉണ്ട്, B2Cയും ഉണ്ട്. അവരുടെ ആ പർട്ടിക്കുലർ ആ ഒരു ബ്രാൻഡിൻ്റെ പേര് സാപ്സോൾ എന്നാണ് അവരുടെ ബ്രാൻഡിൻ്റെ പേര്. ആൻഡ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഓയിൽസ് B2B സെഗ്മെന്റ് ഉണ്ട് അവർക്ക്. ഹീറോ മോട്ടോഴ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്, മഹീന്ദ്ര ഉണ്ട്, സ്വരാജ് ഉണ്ട്, ടാറ്റാ മോട്ടോഴ്സ് ഉണ്ട്. ആൻഡ് ഇൻഡസ്ട്രിയൽ ഓയിൽസിൽ ഹിറ്റാച്ചി ഉണ്ട്, സാനി ഉണ്ട്, ഹുണ്ടേ കൺസ്ട്രക്ഷൻ ഉണ്ട്. സോ എല്ലാ സെഗ്മെന്റിലും ആ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിൽ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി. 75+ കൺട്രീസിൽ എക്സ്പോർട്ടുള്ള കമ്പനിയാണെന്ന് കൂടെ നമ്മൾ ഓർത്തോളം. ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണ് ഈ ഒരു കമ്പനി. സോ അതുകൊണ്ട് തന്നെ ഈ കമ്പനി നിങ്ങൾ പ്രത്യേകം പഠിക്കുക. റിസൾട്ട് വരുമ്പോൾ റിസൾട്ടിനെ തീർച്ചയായും ഫോളോ ചെയ്യുക. റിസൾട്ട് ഇമ്പാക്റ്റ്ഫുൾ റിസൾട്ട് ആണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ മ്യൂച്വൽ ഫണ്ട്സ് ഈ കമ്പനിയുടെ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ മ്യൂച്വൽ ഫണ്ട് 21 ലക്ഷം സ്റ്റോക്കാണ് അഡീഷണൽ ആയിട്ട് മേടിച്ചിരിക്കുന്നത് മാർച്ചിൽ. മ്യൂച്വൽ ഫണ്ടിൽ ടോട്ടൽ 72 ലക്ഷം സ്റ്റോക്ക് ആയി കഴിഞ്ഞു മാർച്ച് എൻഡിൽ. 50 ലക്ഷം ആയിരുന്നു ഫെബ്രുവരിയിൽ, അത് 72 lakhs ആയി കഴിഞ്ഞു. അത് കാണിക്കുക മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഈ കമ്പനിയുള്ള കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്.